മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് അശ്വിനി സുരേഷ്. സ്റ്റാർ ഡയറക്ടർ എന്നൊരു പിൻ ലെവലിലാണ് ഈ ഒരു ബിസിനസ്സിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പ്രസന്റേഷൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നുള്ളത്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്കിതിൽ കാണാം വിന്നിംഗ് ടീം. വിന്നിംഗ് ടീം എന്ന് പറയുന്നത് ടീം ഓഫ് ചാമ്പ്യൻസ് ആണ്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അങ്ങനത്തെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വിന്നിംഗ് ടീമാണ്. കുറെ സക്സസ് ആയ ലീഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. SP ബെഹ്റൽ എന്ന് പറയുന്ന ഒരു പവർഫുൾ ലീഡറാണ് വിന്നിംഗ് ടീമിനെ നടത്തിക്കൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മളെല്ലാവരും വിന്നിംഗ് ടീമിന്റെ അണ്ടറിലാണ് ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. സിഇഒ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോ ഏതൊരു കമ്പനീന്റെ പ്രോഡക്റ്റുകൾ നമ്മളിപ്പോ യൂസ് ചെയ്യുമ്പോഴും അവര് ക്യാഷ് കൊടുത്തു വാങ്ങി യൂസ് ചെയ്തു നമ്മൾ കസ്റ്റമർ മാത്രമാണ്. നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മളെ കസ്റ്റമേഴ്സിനെ എംപവർ ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാ രീതിയിലും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ലൈഫിലേക്ക് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമുക്കിപ്പോ ഇതിൽ കാണാം വാട്ട് ഈസ് യുവർ ഡ്രീം. എല്ലാവർക്കും സ്വപ്നം എന്ന് പറയുന്നത് ഉണ്ട്. ചെറുപ്പ കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ സ്വപ്നം കണ്ട് നടന്നൊരു കാലം. അതെല്ലാ കുട്ടികളായ ആ ഒരു സമയത്ത് എല്ലാവരും അവരവരെ ഡ്രീം കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് നടന്നു പോകുന്ന അങ്ങനത്തെ ഒരു നമ്മളെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ഈ ഇതില് നമ്മളെ തന്നെ നമ്മളൊന്ന് നമ്മളെ ഡ്രീം എന്താണെന്നൊന്ന് നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതില് കുറേ പേർക്ക് ക്യാഷ് ഉണ്ടാക്കണമെന്നും, കുറെ പേർക്ക് നല്ല വണ്ടി വാങ്ങണമെന്നും, ലോകം മുഴുവനും കറങ്ങണം, നല്ലൊരു വീട് വേണം, അതേപോലെ തന്നെ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഇതാണ് ഓരോരോ ആളുടെ ഡ്രീംസ് ആയിരിക്കും. വ്യത്യസ്തമായ ഡ്രീംസുകളായിരിക്കും ഓരോരുത്തർക്കും. അപ്പൊ നമ്മളെ ഡ്രീമിനെ ഒന്ന് നമുക്ക് റിമൈൻഡ് ചെയ്ത് തരാണ്. നെക്സ്റ്റ്, സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി. നമുക്കറിയാം സക്സസ്ഫുൾ ജീവിതം എന്ന് പറഞ്ഞ ഒരാൾക്ക് ധാരാളം ക്യാഷ് വേണം, അതേപോലെ സമയം വേണം, ലൈഫ് സെക്യൂർ ആയിരിക്കണം നമ്മളത് ഫ്യൂച്ചർ. അത് മാത്രമല്ല ഏറ്റവും പ്രധാനം നമുക്ക് നല്ല ആരോഗ്യം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾക്ക് ഇതില് നമുക്കിപ്പോ നമ്മളെ അടുത്ത് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? എന്താണ് നിങ്ങളെ ഇപ്പോഴത്തെ വരുമാനം? വാട്ട് അബൌട്ട് യുവർ സേവിങ് ഫോർ ഫ്യൂച്ചർ? നിങ്ങളെ ഫ്യൂച്ചറിലേക്കുള്ള അങ്ങനത്തെ സേവിങ്സ് എന്താണ്? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നിങ്ങളെ ജോബ് സെക്യൂർ ആണെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നിങ്ങളെ പ്രസന്റ് ജോബ് അല്ലെങ്കിൽ ഒരു നിങ്ങളെ ഇൻകം സോഴ്സ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് കണ്ടാൽ മതി. അതില് ലോകത്ത് ടൈപ്സ് ഓഫ് ഇൻകമിൽ രണ്ട് തരമുണ്ട്. ആക്റ്റീവ് ഇൻകം, അതുപോലെ പാസീവ് ഇൻകം. നമുക്ക് ഈ ബിസിനസ് ആക്റ്റീവ് ഇൻകം ആയിട്ടും പാസീവ് ഇൻകം ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നോർമലി എംപ്ലോയീസ്, അതുപോലെ പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർ, ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ ആക്റ്റീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ്. അതേപോലെ സെൽഫ് എംപ്ലോയിഡിൽ നമുക്കറിയാം ആർട്ടിസ്റ്റുകൾ, അതുപോലെ കലാകാരന്മാർ, അതുപോലെ ഇപ്പൊ ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടും. സെൽഫ് എംപ്ലോയിഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരാള് കാർപ്പൻറ്റർ ആയാലും പോലും അവര് സ്വന്തം വർക്കാണ് ജോബ്. അവര് സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന കലാകാരന്മാരൊക്കെ ഈ ഒരു ഇതിൽ വരും. അപ്പം സെൽഫ് എംപ്ലോയിഡും ആക്റ്റീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ്. ലോകത്ത് 95% ആൾക്കാർ ആക്റ്റീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ അടുത്ത് സമ്പത്ത് എന്ന് പറയുന്ന ഒരു 5% ഉള്ളൂ. അപ്പൊ ആരുടെ അടുത്താണ് ഈ സമ്പത്ത് ഉള്ളത്? പാസീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്നവര്. ആരാണ് ഇവര്? ബിസിനസ് ഓണേഴ്സ് ആണ്. നമുക്കറിയാം ലുലു ഗ്രൂപ്പ്, ജോയ ലുക്കാസ്, അതുപോലെ ആം, പിന്നെ വരുന്ന ഏതാ, ഇപ്പൊ ഇഷ്ടം പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഇപ്പൊ ആസ്റ്റർ, ഇതുപോലത്തെ കോട്ടക്കൽ ആയുർവേദ വൈദ്യശാല, ഇതൊക്കെ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ആണ്. അപ്പൊ ഇതിന്റെ ഓണേഴ്സ് അവര് എന്താ ബിസിനസ്സിൽ ഇൻവോൾവ് അല്ല എങ്കിൽ പോലും ഇവർക്ക് നല്ലൊരു ഇൻകം അവരെ വീട്ടിലേക്ക് അവർക്ക് കിട്ടും.
അതെങ്ങനെ അവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് സക്സസ്ഫുൾ ആയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പാസീവ് ആയിട്ട് അവർക്ക് ഇൻകം അവരിലേക്ക് എത്തും. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാർ, കുറെ ലാൻഡ് ഒക്കെ വാങ്ങി അതിൽ ബിൽഡിംഗ് ഒക്കെ കെട്ടി റെന്റിനൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ്. അപ്പോ ഇവർക്കൊക്കെ മാസത്തില് അവര് ഇല്ല എങ്കിലും അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മളെ പ്രസൻസ് ഇല്ലാതെ നമുക്കൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാസീവ് ഇൻകം എന്ന് വിളിക്കാം. അപ്പൊ ലോകത്ത് പോപ്പുലേഷന്റെ 5% മാത്രമാണ് ആൾക്കാർ ഈ ഒരു പാസീവ് ഇൻകമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവര്. അപ്പൊ ആ സമ്പത്ത് 95% ഉള്ളത് ഈ പാസീവ് ഇൻകമിന്റെ ആൾക്കാരല്ല. അവരെ ആ ഒരു കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരിലാണ്. അപ്പം വാട്ട് യു ഗെറ്റ്, എന്താണ് നമുക്ക് ഈ ബിസിനസ് ചെയ്താൽ കിട്ടുന്നത്? എക്സ്ട്രാ ഇൻകം, ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, ഗുഡ് ഹെൽത്ത്, ലീവ് എ ലെഗസി, ഏർലി റിട്ടയർമെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ട്രാവൽ അറൌണ്ട് ദ വേൾഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഇതിൽ നമുക്ക് തന്നെ എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ് അതിൽ ലീവ് എ ലെഗസി എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്കും നമ്മളെ തലമുറക്ക് പോലും ഈ ബിസിനസ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറെ പേരെ ഹെൽപ്പ് ചെയ്യാം, ലോകം മുഴുവനും കറങ്ങാം, നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാം, നമ്മളെ പേഴ്സണൽ ലൈഫിലും നമ്മളെ പ്രൊഫഷണൽ വർക്കിലായിക്കോട്ടെ, നമ്മളെ കുറെ നമുക്ക് പേഴ്സണാലിറ്റി ഗ്രോത്ത് നമ്മളെ ലൈഫിൽ ഉണ്ടാവും. ഏർലി റിട്ടയർമെന്റ് എടുക്കാം. 30-40 വർഷമൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10 ഇയേഴ്സ് സീരിയസ് ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്താലും നമുക്ക് റിട്ടയർമെന്റ് എടുക്കാൻ പറ്റും. നല്ല ആരോഗ്യം, അതുപോലെ നമുക്ക് വേണ്ട ധാരാളം സമയം, ഫിനാൻഷ്യൽ ഫ്രീഡം, ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു ബിസിനസ് മേഖലയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കമ്പനിയുടെ പേര് വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഡൽഹി ബേസ്ഡ് ആയിട്ട് 10 പ്രോഡക്ട്സും 2 ഓഫീസും അതേപോലെ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ച് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇതിന്റെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാലി, കോ പാർട്ട്നേഴ്സ് കൺവർ ബീർ സിംഗ്, അതേപോലെ ദീപക് സുസാറാണ്. ഇത് 20 വർഷം കംപ്ലീറ്റ് ആയ വളരെ സക്സസ്ഫുൾ ആയ ഒരു കമ്പനിയാണ്. ഇന്ത്യന്റെ നമ്പർ 1 ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. 450ഓളം സ്വന്തം പ്രോഡക്ട്സ് ഉള്ള, 5000ഓളം ഓഫീസസ് ഉള്ള, 5 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ഒരു കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട്. ലോകത്ത് 38ാമത്തെ പൊസിഷനിലുള്ള ഇന്ത്യന്റെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇതില് ഇന്റർനാഷണൽ പ്രസൻസിൽ ഇന്ത്യ, UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഐവറി കോസ്റ്റ്, ഫിലിപ്പീൻസ്, ഇത്ര എല്ലാ കൺട്രീസുകൾ ഈ ബിസിനസ് ലീഗലി റണ്ണിങ് ആണ്. ഇനി കമ്പനിന്റെ അവാർഡ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ വർഷവും കമ്പനിക്ക് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ നമ്മളെ കമ്പനി വെസ്റ്റീജിന് തന്നെയാണ് കിട്ടുന്നുള്ളത്. ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് ഇൻ 2017 and 18, ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, ബെസ്റ്റ് നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് 2020. ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയ അവാർഡ്സ് ആണ്. പ്രോഡക്റ്റ് പ്രൊഫൈലില് എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണ്. ഹൈ സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റുകളാണ് എല്ലാവും. അഫോർഡബിൾ പ്രൈസ്, വളരെ പ്രൈസ് കുറവാണ്. കാരണം സ്വന്തമായ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ള കമ്പനിയാണ്. ഇതിന്റെ പ്ലാന്റ് ഉള്ളത് നോർത്ത് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലാണ്. ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. നോർമലി നമുക്കിപ്പം പറയാൻ പറ്റും, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റുകളായിരിക്കും. അത് എക്സ്പോർട്ട് ക്വാളിറ്റി വേറെ നാട്ടുകളിലേക്ക് നമുക്ക് കയറ്റി അയക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അപ്പൊ നോർമലി അങ്ങനെയാണ് എല്ലാ പ്രോഡക്റ്റുകളും. ബട്ട് നമ്മളെ കമ്പനീന്റെ പ്രോഡക്റ്റുകൾ ഇന്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും UAE-ലും ഒക്കെ കിട്ടും. ഇപ്പൊ അബ്രോഡ് കൺട്രീസിലൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് സെയിം ക്വാളിറ്റിയാണ്. മണി ബാക്ക് ഗ്യാരണ്ടി, ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, 25% യൂസ് ചെയ്തു, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ വിത്തിൻ 1 മന്ത് നമുക്ക് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി 100% ക്യാഷ് തിരിച്ചു തരുന്നതാണ്. ഇങ്ങനെ ഒരു ഇത് വെക്കാൻ കാരണം പ്രോഡക്റ്റ് ഒക്കെയും അത്രയും നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആരും റിട്ടേൺ കൊടുക്കില്ല എന്നൊരു വിശ്വാസം കമ്പനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു മണി ബാക്ക് ഗ്യാരണ്ടി വെച്ചിട്ടുള്ളത്. അത്രക്കും നല്ല വേൾഡ് ക്ലാസ് പ്രോഡക്റ്റുകളാണ് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇതിൽ അവർ കാറ്റഗറീസിൽ വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ലിസമിക് ഹെൽത്ത്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വുമൻസ് ഹെൽത്ത്, ആയുഷ് ആൻഡ് health food, beauty and personal care products, skin care and anti-aging, color cosmetics, personal
കെയർ, അഗ്രികൾച്ചർ, എയർ ആൻഡ് വാട്ടർ പ്യൂരിഫയർ ആൻഡ് മെനി മോർ. 16 കാറ്റഗറീസ് ഉള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി വരുന്നത് നമ്മളത് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇതിൽ മെയിൻ വരുന്ന ഹെൽത്ത് സപ്ലിമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ് ഒക്കെ എന്ന് പറയും. മോസ്റ്റ്ലി ഡെവലപ്ഡ് കൺട്രീസിന്റെ ആൾക്കാർ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുഡ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് വേണ്ടുന്ന അങ്ങനത്തെ ന്യൂട്രീഷൻ കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന നമുക്ക് പ്രിവെന്റ് ചെയ്യാനും, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യാനും, അസുഖങ്ങൾ വരാതിരിക്കാനും, അതുപോലെ കറന്റ് ഉള്ള അങ്ങനത്തെ നമ്മൾക്ക് കറന്റ് നമ്മൾ അനുഭവിക്കുന്ന അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് ഫുഡ് സപ്ലിമെന്റ് നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതില് ഓരോരോ കാറ്റഗറി പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പറയാം. ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഇത് നമ്മള് കാൽഷ്യം, ഗ്ലൂക്കോസാമീൻ, കൊളേജൻ എന്ന് പറഞ്ഞ 3 പ്രോഡക്റ്റുകൾ ഇതിലുണ്ട്. കാൽഷ്യം നമ്മൾക്ക് ഒരു ലേഡീസിനൊക്കെ ഒരു 30 ഏജ് ഒക്കെ കഴിയുന്ന സമയത്ത് ബോണും ടീത്തും ഒക്കെ വീക്ക് ആയി തുടങ്ങും. അപ്പൊ കാൽഷ്യം ഡെഫിഷ്യൻസി തുടങ്ങും. അപ്പൊ നമ്മൾക്ക് കാൽഷ്യം സപ്ലിമെന്റ് രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഗ്ലൂക്കോസാമീൻ അതൊരു ക്രാബിന്റെ പുറന്തോടുണ്ട കൊണ്ട് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സപ്ലിമെന്റ് ആണ്. അർത്തറിറ്റീസ്, അതിൽ പല വിധങ്ങളുണ്ട്. അതിൽ ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറയും, ജോയിന്റ് പെയിൻ, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസാമിൻ ആൻഡ് കൊളേജൻ. പിന്നെ വരുന്നത് ഗ്ലിസമിക് ഹെൽത്ത്. ഗ്ലിസമിക് ഹെൽത്ത് മെയിൻലി ഷുഗർ പേഷ്യന്റിനുള്ള അങ്ങനത്തെ സപ്ലിമെന്റ് ആണ്. നീം, ആര്യവേപ്പിന്റെ സപ്ലിമെന്റ് ആണ്. അതുപോലെ സ്റ്റിവ്യ, ഷുഗർ പേഷ്യന്റിന് സ്വീറ്റ് കഴിക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് മധുര തുളസി നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് ഷുഗറിന് പകരം സ്റ്റിവ്യ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത്. ഇപ്പൊ ഒരാള് ഡയബറ്റിക് ആണെക്കാൾ ജസ്റ്റ് ബിഫോർ അവരുടെ ബ്ലഡിൽ ഒക്കെ ഷുഗറിന്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോ പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷുഗറിന്റെ പ്രോബ്ലം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. നമുക്കറിയാം നമ്മളെ പ്രതിരോധ ശക്തി, എല്ലാവരും കോവിഡിന്റെ ഒരു സമയം, ആ ഒരു സമയത്താണ് കൂടുതൽ പ്രതിരോധ ശക്തിനെ പറ്റിയിട്ട് കൂടുതൽ അവയർ ആയി തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ പ്രോഡക്റ്റുകൾ സ്പൈർലിന, നോനി, കൊളസ്ട്രോൾ, ആലോവേര, ആംല, ഇത്ര പ്രോഡക്ട്സുകളുണ്ട്. അതില് സ്പൈർലിന എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗ, കടൽ പായലാണ്. നാസ പോലും സ്പേസിലേക്ക് പോകുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. കടലാമകളാണ് കൂടുതൽ കാലം ജീവിക്കുന്ന അങ്ങനത്തെ, കടലിൽ ജീവിക്കുന്ന അങ്ങനത്തെ ജീവി. ഒരു 150-200 വർഷമൊക്കെയാണ് ഒരു കടൽ ആമകൾ ജീവിക്കുന്നതിന്റെ ഒരു പീരീഡ്. അപ്പൊ അത് കഴിക്കുന്ന ഈ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അപ്പൊ ഇത് തന്നെയാണ് സൂപ്പർ ഫുഡ് ഓൺ എർത്ത് എന്ന് പറയും. നമ്മൾക്ക് എല്ലാവർക്കും സ്പൈർലിന എടുക്കാവുന്നതാണ്. നമ്മളെ ഇമ്മ്യൂണിറ്റി നമുക്ക് നല്ല പവർഫുൾ ആക്കി മാറ്റാണ്. പിന്നെ വരുന്നത് നോനി. നോനി എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ഫുഡാണ്. ഇത് നമുക്ക് ക്യാൻസർ ഒക്കെ വരാതിരിക്കാനും നമ്മളെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ നമ്മളെ ശരീരത്തിന് പുറത്തേക്ക് പോകാനും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് നോനി. സ്പെഷ്യലി സ്മോക്കേഴ്സിനൊക്കെ ഇത് യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. കൊളസ്ട്രോം എന്ന് പറയുന്നത് പശു പ്രസവിച്ച് 6 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ ഫസ്റ്റ് മിൽക്ക് നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കുട്ടികൾക്ക്, സ്പെഷ്യലി കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, ഇപ്പൊ ഏർലി ഡെലിവറി ആയ അങ്ങനത്തെ കുട്ടികൾക്ക്, വെയിറ്റ് കുറവുള്ള അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. കുട്ടികളെ പ്രതിരോധ ശക്തി കൂട്ടാനും നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ആലോവേര ആണ്. ആലോവേര നമുക്കറിയാം സ്കിന്നിന്റെയും ഹെയറിന്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഈ നമ്മളെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ ബാഡ് ബാക്ടീരിയ നമുക്ക് അതിന്റെ ആ ഒരു അളവ് കുറക്കാൻ ആലോവേര യൂസ് ചെയ്യുന്നത് കൊണ്ട് പറ്റും. ബാഡ് ബാക്ടീരിയന്റെ അളവ് കൂടുന്ന സമയത്താണ് ആസിഡിറ്റി, ഗ്യാസ്ട്രബിൾ ഒക്കെ നമ്മൾക്ക് കൂടി വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആലോവേര നമുക്ക് എടുത്താൽ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ആംലയാണ്. ആംല നെല്ലിക്കന്റെ സപ്ലിമെന്റ് ആണ്. ഇതില് നെല്ലിക്കന്റെ പൗഡർ ആണ് ഉള്ളത്. അപ്പൊ ഇതൊന്നും മെഡിസിൻ അല്ല. ഇത് ഓരോരോ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ എക്സ്ട്രാക്ട് നമുക്ക് ചെയ്യുന്ന അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഈ വിറ്റമിൻ സി ധാരാളം ഉള്ളത് നെല്ലിക്കലാണ്. അപ്പൊ ജലദോഷം, ചുമ, തൊണ്ടവേദന, അതുപോലെ മൗത്ത് അൾസർ ഇതൊക്കെ ഉള്ള ആൾക്കാർ, ശ്വാസം മുട്ടല്, അതുപോലെ ചില തുമ്മൽ, അലർജീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആംല എടുത്താൽ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത് കാണുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് വെസ്റ്റീജ് പ്രൈമില് സി ബക്തോണ്, മെറ്റാമൈൻഡ്, ക്രിൽ ഓയില്, കോംബോട്ടിക്സ് ആൻഡ് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. മൾട്ടിവിറ്റാമിൻ ഗമ്മീസ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എടുക്കാം. നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ചോക്ലേറ്റ് രൂപത്തിലുള്ളതാണ്.
പിന്നെ വരുന്ന കോംബയോട്ടിക്സ്. കോംബയോട്ടിക്സ് പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും കോമ്പിനേഷൻ ആണ്. നമ്മളെ ദഹന പ്രക്രിയ കറക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. സീബക്തോന് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു കായാണ്. ഇത് നമ്മളെ തലമുടി മുതൽ നഖം വരെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും പോഷകം കൊടുക്കുന്ന അങ്ങനത്തെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇതിനെ പുരാണ കാലഘട്ടത്തില് ഇതിനെ മൃതസഞ്ജീവിനി എന്ന് രാമായണത്തിലൊക്കെ പറയപ്പെടുന്നത് സീബക്താൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാമൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് ഷാർപ്പനിങ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അതില് ഇപ്പം വയസ്സാകുന്ന സമയത്തൊക്കെ അൽസിമേഷ്യ ഒക്കെ വരുന്ന അങ്ങനത്തെ കുറെ ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്താല് ഓർമ്മശക്തിയൊക്കെ കൂട്ടാൻ നല്ലതാണ്. പിന്നെ വരുന്നത് krill ഓയിൽ ആണ്. krill ഓയിൽ omega 3 ഉള്ള അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. krill ഫിഷ് എന്ന് എടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ഇത് ജപ്പാൻ, അന്റാർട്ടിക്ക, കാനഡ സമുദ്രങ്ങളിൽ കടലിൽ കണ്ടുവരുന്ന അങ്ങനത്തെ ഒരു ചെറു മത്സ്യമാണ് krill ഓയിൽ. അപ്പൊ ഇത് നമുക്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് സ്ട്രോക്ക് ഒക്കെ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷനിൽ മെലോട്ടോണിൻ ഓറൽ സ്പ്രേ, ഫൈബർ, കുർക്കുമിൻ പ്ലസ്, ഗാനഡോമ, ഡിറ്റോക്സ് ആൻഡ് ഫുഡ് പാച്ചസ്, ഐ സപ്പോർട്ട്. ഇതില് ഐ സപ്പോർട്ട് ഇപ്പൊ നമ്മളെ കണ്ണിന്റെ ടോട്ടൽ ആരോഗ്യത്തിന് ഹെൽപ്ഫുൾ ആയ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഐ സപ്പോർട്ട്. നമ്മളെ കണ്ണിന്റെ കാഴ്ച ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടും. കണ്ണിന്റെ ടോട്ടൽ ഹെൽത്തിനുള്ള അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ്. കുർക്കുമിൻ പ്ലസ് ഇത് മഞ്ഞളുടെ സപ്ലിമെന്റ് ആണ്. ക്യാൻസർ പേഷ്യൻസിനും കീമോതെറപ്പി ചെയ്യുന്ന അങ്ങനത്തെ പേഷ്യൻസിനും അതുപോലെ ഫാമിലിയിലൊക്കെ ക്യാൻസർ ഹിസ്റ്ററി ഉള്ള അങ്ങനത്തെ ആൾക്കാർക്ക് കുർക്കുമിൻ പ്ലസ് നമുക്ക് എടുക്കാവുന്നതാണ് ടു പ്രിവെന്റ് ക്യാൻസർ. പിന്നെ വരുന്നത് മെലാട്ടോണിൻ ഓറൽ സ്പ്രേ ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡില് ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് മെലാട്ടോണിൻ. മെലാട്ടോണിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് നമ്മൾക്ക് ഉറക്കക്കുറവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നൈറ്റിൽ വേണ്ടത്ര മെലാട്ടോണിൻ നമുക്ക് ഉൽപാദനം ആയില്ല എങ്കിൽ നമ്മൾ ഉറക്കമില്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ഈ ഓറൽ സ്പ്രേ ആയിട്ട് നാക്കിനടിക്ക് സ്പ്രേ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. നമുക്ക് മെലാട്ടോണിൻ യൂസ് ചെയ്യാം. ഫൈബർ നമ്മളിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഫൈബറിന്റെ അളവ് വളരെ കുറവാണ്. എക്സാമ്പിൾ ഇപ്പൊ പൊറോട്ട, സാൻഡ്വിച്ച് ഈ ഒരു ടൈപ്പിൽ യൂസ് ചെയ്യുന്ന എല്ലാ മൈദ റിലേറ്റഡ് എല്ലാ പ്രോഡക്റ്റുകളും ഫൈബർ ഭയങ്കര ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മളെ വയറിന്റെ ദഹന പ്രക്രിയ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. കോൺസ്റ്റിപ്പേഷന്, പൈൽസ്, IBSനൊക്കെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് ഫൈബർ. പിന്നെ വരുന്നത് ഗാനഡോമ. ഗാനഡോമ എന്ന് പറയുന്നത് ഒരു റെഡ് മഷ്റൂം ആണ്. അത് എടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ആവാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കൂടുതൽ പേർക്ക് മൈഗ്രെയിൻ അതുപോലെ വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റില് നമ്മൾക്ക് പ്രോട്ടീൻ പൗഡറും വെസ്ലിം ഷേക്ക്, വെസ്ലിം ക്യാപ്സൂൾസ്, വെസ്ലിം ടീ ഇതൊക്കെ ഉണ്ട്. ഇതില് പ്രോട്ടീൻ പൗഡർ നമ്മൾക്ക് എല്ലാവർക്കും പ്രോട്ടീന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം നമ്മളൊരു വെയിറ്റ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു 50 kg ഉണ്ട് ഒരാൾ, 50 ഗ്രാം ഡെയിലി പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യേണ്ടത് ആവശ്യമാണ്. തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് PCOD പ്രോട്ടീന് പൗഡർ എടുക്കുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെസ്ലിം ഷേക്ക്, വെസ്ലിം ടീ, വെസ്ലിം ക്യാപ്സൂൾസ്. നമ്മളെ ഒബസിറ്റി ഉള്ളാത്ത ആൾക്കാർ, വെയിറ്റ് കൂടുതൽ ഉള്ളാത്ത ആൾക്കാർക്ക് നമ്മൾ വെയിറ്റ് നാച്ചുറൽ വേയിൽ നമുക്ക് നാച്ചുറൽ കാലറീസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ്. പിന്നെ വരുന്നത് വുമൻസ് ഹെൽത്ത്. വുമൻസിന്റെ ഒരു ആരോഗ്യത്തിന് പ്രയോറിറ്റി ചെയ്തുകൊണ്ട് കമ്പനി സ്പെഷ്യലി കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഫോളിക് ആൻഡ് അയൺ പ്ലസ്, ശതാവരി മാക്സ്, ക്രാൻബറി, ഹെയർ ആൻഡ് സ്കിൻ ആൻഡ് നെയിൽ ക്യാപ്സൂൾസ്, യു കൺട്രോൾ, ഹർ ഓൺ ക്യാപ്സൂൾസ്. ഇതില് ഫോളിക് ആൻഡ് അയൺ പ്ലസ് ഇപ്പൊ നമ്മൾക്ക് ലേഡീസിന് ഉണ്ടാകുന്ന അങ്ങനത്തെ ക്ഷീണം, തലകറക്കം ഇതൊക്കെ നമുക്ക് ഫോളിക് ആൻഡ് അയൺ പ്ലസ് ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ശതാവരി മാക്സ്, ശതാവരി കിഴങ്ങുന്ന് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഇതാണ് പ്രോഡക്റ്റ് ആണ്. ഇതില് ഇറഗുലർ പീരിയഡ്സ് അതുപോലെ തന്നെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ മുഴകള്, ഹോർമോൺ ഇംബാലൻസ്, മെനോപോസിന്റെ ടൈമിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ സ്വെറ്റിംഗ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും ശതാവരി മാക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട്. പിന്നെ വരുന്നത് ക്രാൻബെറി ആണ്. ക്രാൻബെറി കൂടുതൽ UTI യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കണ്ടുവരുന്നത് ലേഡീസിലാണ്. അപ്പോൾ ക്രാൻബെറീസിന്റെ സപ്ലിമെന്റ് ആണ് ഇത്. ഇത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ പിന്നെ വരുന്ന ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ ക്യാപ്സൂൾ. നമ്മൾക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെയറിന്റെയും സ്കിന്നിന്റെയും ഒക്കെ ഹെൽത്തിനുള്ള അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. യു കൺട്രോൾ. യു കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾക്ക് യു കൺട്രോളില് മെയിൻലി ലേഡീസ് ഡെലിവറി ഒക്കെ ആയ ശേഷം ചില ലേഡീസിന് നോർമൽ ഡെലിവറി ഒക്കെ ആയ ശേഷം അവർക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം വരാറുണ്ട്. അതേപോലെ തന്നെ ഏജ് ടൈമിലുള്ള ആൾക്കാർ, വയസ്സാകാത്ത ആൾക്കാർക്ക് രാത്രി മുഴുവനും യൂറിൻ അവർക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അപ്പോ വീക്ക് ബ്ലാഡർ കാരണമാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഹർ ഹർ ഓൺ ക്യാപ്സൂൾസ്, ഇത് ലേഡീസിന്റെ ടോട്ടൽ ഹെൽത്തിനുള്ള വേറൊരു സപ്ലിമെന്റ് ആണ്. ഇനി വരുന്നത് പ്രോ ഹാർട്ട്. പ്രോ ഹാർട്ടില് നമ്മൾക്കറിയാം നമ്മളെ ഹാർട്ടിന്റെ ഹെൽത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ സപ്ലിമെന്റ്സ് ആണ്. ഇതിൽ എല്ലാർജിൻ, ഫ്ലാക്സ് ഓയിൽ, കോൺസിമി ക്യൂട്ടൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇതിൽ നമുക്കറിയാം ലോകത്ത് ഇപ്പം കോവിഡ് ഒക്കെ ആയ ശേഷം ഹാർട്ട് അറ്റാക്കിന്റെ അളവ് വളരെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഹാർട്ടിന്റെ ഹെൽത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എല്ലാർജിന് നോബൽ പ്രശസ്തി കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഹാർട്ടിന്റെ മസിൽസ് ഒക്കെ സ്ട്രെങ്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഫ്ലാക്സ് ഓയില് ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9 ഉള്ള അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ്. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും ഹാർട്ട് സർജറി കഴിഞ്ഞവർക്കും ബ്ലോക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾക്ക് ഫ്ലാക്സ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. BP കൺട്രോൾ ആയിട്ട് വരുന്നുണ്ട്, ഷുഗർ കൺട്രോൾ ആയിട്ട് വരുന്നുണ്ട്. ടോട്ടൽ നമ്മളെ ഹെൽത്തിന് ഫ്ലാക്സ് ഓയിൽ വളരെ നല്ലതാണ്. കോൺസിമി ക്യൂട്ടനും നമ്മുടെ ഹാർട്ടിന്റെ റിലേറ്റഡ് ആയ ക്യൂട്ടൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് വിറ്റാമിൻ ആണ്. അപ്പൊ ഇത് നമ്മളെ ഒരു 40 ഒക്കെ ഏജ് ചെയ്യുമ്പോൾ നമ്മളെ ലിവറിലൊക്കെ ഈ ക്യൂട്ടന്റെ അളവ് വളരെ കുറഞ്ഞു വരും. അപ്പം അത് നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് രൂപത്തിൽ നമുക്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ആയിഷ ആൻഡ് തന്നെ ആയുർവേദിക് പ്രോഡക്ട്സുകൾ ഉണ്ട്. കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, റെസ്പോ കെയർ, അങ്ങനെ കുറെ പ്രോഡക്ട്സുകൾ ഉണ്ട്. ഹെൽത്ത് ഫുഡില് ഇൻവിഗോ ന്യൂട്രീഷൻ പൗഡർ, ടീ പൗഡർ, കോഫി പൗഡർ, ഒലീവ് ഓയിൽ, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, സ്നാക്ക് ബാർ, ഫ്രഷ് അപ്പ് ഡ്രിങ്ക്, നമ്മളെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. അതിൽ റൈസ് ബ്രെയിൻ ഓയിൽ, തവിടെണ്ണ, ഒമേഗ 3 ഉള്ളതാണ്, ലെസ് കൊളസ്ട്രോൾ ആണ്, WHO അംഗീകരിച്ച ഒരു പ്രോഡക്റ്റ് ആണ് തവിടെണ്ണ. ഇനി വരുന്നത് ഇൻവിഗോ ന്യൂട്രീഷൻ പൗഡർ. ഇൻവിഗോ ന്യൂട്രീഷൻ പൗഡറിൽ ADHD ഒക്കെ ഉള്ള കുട്ടികൾക്ക്, നമ്മൾക്ക് ഓർമ്മക്കുറവ്, ശ്രദ്ധ കുറവ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ടീ പൗഡർ, കോഫി പൗഡർ, ഇതൊക്കെയും നമ്മൾക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ഇനി വരുന്നത് സബ്ലിംഗ്വൽ സ്പ്രേ, ഓർ നമ്മളെ നാക്കിന്റെ അടിക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ്. വിറ്റാമിൻ C, വിറ്റാമിൻ B12, വിറ്റാമിൻ D, മൾട്ടി വിറ്റാമിൻ. നമുക്കറിയാം ഈ ഡെങ്കി പനിയൊക്കെ വരുന്ന ആൾക്കാർ നല്ലോണം സഫർ ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അതിൽ ഈ മൾട്ടി വിറ്റാമിൻ ഒക്കെ നമുക്ക് കൊടുക്കുന്നത് അവർക്ക് ഓറൽ സ്പ്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വിറ്റാമിൻ ഡിന്റെ കുറവ് വളരെ, എല്ലാവരും സഫർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ്. വിറ്റാമിൻ ഡിന്റെ കുറവ് കൊണ്ട് നമ്മൾക്ക് പലതരത്തിന്റെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. ലങ്സ് ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയ പ്രോഡക്റ്റുകൾ ഇതൊക്കെ കറക്റ്റ് ആയി കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഓറൽ കെയറിൽ ഡെന്റഷോറിന്റെ നീം, അതുപോലെ ഗ്യാനോ ടൂത്ത് പേസ്റ്റ്, നോർമൽ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതില് നമ്മൾക്ക് വായിലൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് മോണപ്പൊട്ടി, നാനോ മഷ്റൂമിന്റെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ടീത്ത് ഒക്കെ ബാഡ് എന്താ പല്ല് വേദന ഇതൊക്കെയുള്ള ആൾക്കാർക്ക് നീമിന്റെ ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ആണ്. പിന്നെ വരുന്നത് പേഴ്സണൽ കെയറിൽ കുറെ പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. ഹെയർ ഓയില്, ഷാംപൂ, സ്പാ, പെർഫ്യൂം, പലതരത്തിലെ സോപ്പുകൾ, അതുപോലെ ഫെയർനെസ് ക്രീം, ആന്റി ഏജിങ് ക്രീം, BB ക്രീം, അങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഈ എല്ലാം പ്രോഡക്റ്റുകൾ റിസൾട്ട് ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മണം നമുക്ക് ബാക്കിയുള്ള കമ്പനിയുടെ പ്രോഡക്റ്റിനെ എടുത്ത് നോക്കുമ്പോൾ കുറവായിരിക്കും. കാരണം കെമിക്കൽ ഫ്രീ ആണ്. നാച്ചുറൽ പേഴ്സണൽ കെയറിൽ പപ്പായ സ്ക്രബ്, പീൽ ഓഫ് ചാർക്കോൾ മാസ്ക്, ഇങ്ങനെയുള്ള കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട്. പിന്നെ മാക്ഡ്രൈവിന്റെ എഞ്ചിൻ ഓയിൽ ഉണ്ട്. ഇത് നമ്മൾക്ക് വണ്ടിന്റെ പഴയ വണ്ടികൾക്കൊക്കെ യൂസ് ചെയ്താൽ സൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എഞ്ചിൻ എഫിഷ്യൻസി കൂട്ടാനും നല്ല മൈലേജ് കിട്ടാനും സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഹൈ വെസ്റ്റിന്റെ പ്രോഡക്റ്റിൽ വരുന്നത് അൾട്രാ സ്ക്രബ്, അൾട്രാ സ്വാബ്,
ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, വാഷിംഗ് പൗഡർ, ഇതൊക്കെ നമുക്ക് കെമിക്കൽ ഫ്രീ ആണ്. നമ്മൾക്കറിയാം കുടൽ ക്യാൻസർ ഒക്കെ വരാൻ മെയിൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഈ ലോഷൻസ് ഒക്കെ കിച്ചൺ പാത്രം പിടിക്കുന്ന അങ്ങനത്തെ ലിക്വിഡ്സ് ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ നമ്മൾക്ക് കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ട്രുമാന്റെ മെൻസ് ഗ്രൂമിംഗ് ഐറ്റം. അതിൽ ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫ്യൂം, സോപ്പ് ഒക്കെ ഉണ്ട്. വെനിലോന്റെ പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. മിസ്റ്റർ ഓഫ് മിലനില് ലേഡീസിന്റെ കോസ്മെറ്റിക്സില് കാജല്, ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഇങ്ങനത്തെ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട്. സ്കിൻ ഫോർമുല ഇതില് സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ആണ്. മുഖത്തിലുണ്ടാകുന്ന അങ്ങനത്തെ കലകള്, അതുപോലെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ, ക്ലിയർ ആക്കി എടുക്കാൻ സ്കിൻ ഫോർമുല, ബ്ലെമിഷ് ജെല്ലൊക്കെ യൂസ് ചെയ്താൽ ക്ലിയർ ആവുന്നുണ്ട്. അതുപോലെ കണ്ണിന്റെ താഴെ വരുന്ന അങ്ങനത്തെ ബ്ലാക്ക് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അണ്ടർ ഐ സ്കിൻ ഫോർമുല യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. നമ്മൾക്ക് ഇതില് ഇക്കോ ഫ്രണ്ട്ലി എങ്ങനെ നമ്മൾക്ക് സപ്ലിമെന്റ്സ് ആവശ്യമാണോ അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല ഫലം കൂടുതൽ കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ ചെടികൾ വളരാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ്. ഇതിൽ കുറെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ഉണ്ട്. അഗ്രി ഗോൾഡ്, അഗ്രിമോസ്, ഇങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ. പിന്നെ വരുന്നത് ഷാർപ്പ്, നമ്മളെ വെസ്റ്റീജ് കമ്പനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് ഷാർപ്പിന്റെ വാട്ടർ പ്യൂരിഫയറും അതുപോലെ എയർ പ്യൂരിഫയറും. അസ്തമ, അലർജി ഒക്കെ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ഈ ഒരു എയർ എയർ പ്യൂരിഫയർ വെക്കുന്നത് കൊണ്ട് നമുക്ക് അലർജീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനത്തെ വാട്ടർ പ്യൂരിഫയറും, അതുപോലെ വീട്ടിലും ഓഫീസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ നല്ല ശുദ്ധവെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അപ്പൊ ഇതുവരെ നമ്മള് ഏതെങ്കിലും ഒരു നമ്മളിപ്പം കുറെ കമ്പനി പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്, യൂസ് ചെയ്ത കസ്റ്റമർ ആണ്. അപ്പൊ അതൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ്. ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിന്ന് കുറെ മീഡിയേറ്റേഴ്സിന്റെ ത്രോ ആണ് കസ്റ്റമറായ നമ്മളിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നുള്ളത്. CF, സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ്, ഹോൾസെല്ലർ, റീറ്റെയിലർ, അഡ്വർടൈസ്മെന്റ് കമ്പനീസ്. അപ്പൊ ഒരു കമ്പനി 60% ഈ മീഡിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമറായ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഇത്ര മീഡിയേറ്റേഴ്സിനെ പാസ് ചെയ്താണ് പോകുന്നുള്ളത്. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ്, നമ്മൾ ഈ ഒരു പ്രോജക്ട് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. വെസ്റ്റീജ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിൽ നിന്ന് യാതൊരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ ഡയറക്റ്റ് കസ്റ്റമറായി നമ്മളിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നുണ്ട്. 60% കമ്പനി ഈ മീഡിയേറ്റേഴ്സിന് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കൊടുക്കുന്നത് ഇവിടെ കസ്റ്റമറായ നമ്മൾക്ക് തന്നെയാണ് നൽകുന്നുള്ളത്. ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഫ്രീ ആണ് ID. നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് എന്താണ് ഇതിലുള്ള ബെനിഫിറ്റ്? കൺസ്യൂമർ ബെനിഫിറ്റ്സ് 50% ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് പ്രോഡക്റ്റുകൾ ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളത്. ഇതാണ് കൺസ്യൂമർ ബെനിഫിറ്റ്. MRP 10% to 20% ഓഫ്, റീപർച്ചേസ് ഓഫർ to 10%, ക്യാഷ് ബാക്ക് 5 to 16%, മണി ബാക്ക് ഗ്യാരണ്ടി 100%, കൺസിസ്റ്റൻസി ഓഫർ. നമ്മളിപ്പം 100 PVന്റെ ഏകദേശം 2800 3200 രൂപന്റെ ഇടയിലുള്ള പ്രോഡക്റ്റ് കണ്ടിന്യൂസ് 4 മാസം എടുത്തു കഴിഞ്ഞാൽ 5-ാം മാസം നമ്മൾക്ക് 100 PVന്റെ പ്രോഡക്റ്റ് ഫ്രീ ആണ്. അപ്പൊ എല്ലാ പർച്ചേസിലും നമ്മൾക്ക് ഫ്രീ പ്രോഡക്ട്സുകൾ ഉണ്ട്, അതുപോലെ ക്യാഷ് ബാക്ക് ഉണ്ട്, മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ 9 തരത്തിലുള്ള നമ്മൾക്ക് ഇൻകം ഉണ്ട്. സേവിംഗ് ഓൺ കൺസപ്ഷൻ 10 to 20%, പെർഫോമൻസ് ബോണസ് 5 to 16%, ഡയറക്ട് ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവറൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, ഇലൈറ്റ് ക്ലബ് ബോണസ് 2%. വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനിയും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നവരാണ് നമ്മളെ സ്പോൺസർ. അതുപോലെ വിന്നിംഗ് ടീം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇത്. അതുപോലെ നമ്മൾ നിന്നുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ഇതില് ഇന്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ് ആയതുകൊണ്ട് ഓരോ 1 PV നമ്മൾ ഓരോ പ്രോഡക്റ്റിനെ പോയിന്റ് വാല്യൂലാണ് വാല്യൂ ചെയ്യുന്നുള്ളത്. അപ്പോൾ 1 PVന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപന്റെ ബിസിനസ് ആണ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 5% ലെവലിലേക്ക് കമ്പനി നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ഒരു ഇത് തരുന്നുണ്ട് ലെവൽ. 600 PV
പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ 8% എത്തും. 2400 പി വിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ 12%ലേക്ക് എത്തും. 5500 പി വിയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ 16%ലേക്ക് എത്തും. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രൊമോഷൻ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്ത് അവർ സിംഗിൾ മന്തിൽ തന്നെ 300 പി വി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 8% ഫാസ്റ്റ് ട്രാക്കിൽ ആവുന്നതാണ്. അതുപോലെ തന്നെ 4500 പി വി സിംഗിൾ മന്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടറും ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത് നമ്മൾ ഒരു 6 പേരെ സ്പോൺസർ ചെയ്യുക. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ നോർമലി ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുക. നമ്മൾ ഒരു 6 പേരെ നമ്മൾ ഈ ബിസിനസ്സിൽ സ്പോൺസർ ചെയ്യണം. അതിനുശേഷം നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ പ്രൊമോഷൻ ആണ് ബ്രോൺസ് ഡയറക്ടർ. അത് കഴിഞ്ഞ് നമ്മൾക്ക് 6 ലെഗ് ഉണ്ട്. അതിലിപ്പോ നമ്മൾ ഫസ്റ്റ് ലെഗില് ഒരു ലെഗില് നമ്മൾ ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ, നമ്മളെ താഴെ വന്ന ഒരാളെ നമ്മൾ സക്സസ് ആക്കിയാൽ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന ഒരു പിൻ ലെവലിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഡോക്ടർ സോഫിയ അവിനാഷ് സിൽവർ ഡയറക്ടർ എന്ന പിൻ ലെവലിൽ നിൽക്കുന്ന ആളാണ്. ഇതില് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് കമ്പനി ടീം ബിൽഡിംഗ് ബോണസ് 3%, ബിസിനസ് ബിൽഡിംഗ് ബോണസ് 14%, ലീഡർഷിപ്പ് പവർ ബോണസ് 15%, ട്രാവൽ ഫണ്ട് 3% തരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു കമ്പനീന്റെ ഏഷ്യൻ ട്രിപ്പിലേക്കാണ് നമ്മൾ ക്വാളിഫൈ ആവുന്നത്. എല്ലാ മാസവും നമ്മൾക്ക് ട്രാവൽ ഫണ്ട് കിട്ടുന്നതാണ്. നമ്മൾ 2 ടീമിൽ 2 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ നമ്മൾ ഗോൾഡ് ഡയറക്ടർ എന്ന പിൻ ലെവലിലെത്തും. അതുപോലെ തന്നെ നമ്മൾ 3 ടീമില് 3 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ സ്റ്റാർ ഡയറക്ടർ എന്ന പിൻ ലെവലിലെത്തും. ആ സമയത്ത് കമ്പനി നമ്മൾക്ക് കാർ ഫണ്ട് 5% എത്തും. ഞാനും ഹസ്ബൻഡ് ഈ ഒരു പിൻ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നുള്ളത്. നമ്മൾ 4 ടീമില് 4 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ ഡയമണ്ട് ഡയറക്ടർ എന്ന പിൻ ലെവലിലെത്തും. ഈ ഒരു പിൻ ലെവലില് നമ്മൾ യൂറോപ്യൻ ട്രിപ്പാണ് ക്വാളിഫൈ ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ 6 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കിയാൽ 6 ടീമില് ക്രൗൺ ഡയറക്ടർ എന്ന പിൻ ലെവലിൽ പോകും. അപ്പോൾ ഈ ഒരു നമുക്ക് ഹൗസ് ഫണ്ട് 3% എല്ലാ മാസവും കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 8 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, 12 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ, അതുപോലെ 16 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പിൻ ലെവലിലെത്തും. അപ്പൊ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% നമ്മൾക്ക് ഇലൈറ്റ് ക്ലബ് ബോണസ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വലിയ എമൗണ്ട് ആയിരിക്കും. ഇപ്പൊ നമ്മൾക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇ കോമേഴ്സും അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ആണ്. അപ്പൊ നമ്മൾ ഈ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഇ കോമേഴ്സ് രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ലോകത്ത് 40 വർഷം മുമ്പ് IT പ്രവചിച്ച ഒരാളാണ് പോൾ സാനെ പിൽസർ. അമേരിക്കൻ ഒരു എക്കണോമിസ്റ്റ് ആണ്. നമുക്കറിയാം ഇപ്പൊ IT വേൾഡ് ആണ് നടന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 40 ഇയേഴ്സ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ ഇനി വരുന്ന കാലഘട്ടത്തിൽ ലോകം കീഴടക്കുന്ന ബിസിനസ് ട്രില്യണേഴ്സിനെ മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെൽനസ് ആണെന്ന് പോൾ സാനെ പിൽസർ പറഞ്ഞിട്ടുണ്ട്. വെൽനസിൽ വരുന്നത് ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ കണക്ട് ആയിട്ടുള്ള ഈ ബിസിനസ്സും അതുപോലത്തെ ഒരു ബിസിനസ് ആണ്. അപ്പൊ ഇതാണ് ഈ ബിസിനസിന്റെ പ്ലാൻ പ്രസന്റേഷന്. ഈ ഒരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഒരു ഐഡിയ എടുത്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. യാതൊരു ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കസ്റ്റമറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കസ്റ്റമറായിട്ട് നിൽക്കാം നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ആയി എടുക്കുന്ന ആൾക്കാർക്ക് ഇത് ബിസിനസ് ആയിട്ടും എടുക്കാൻ പറ്റും. ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ കേട്ട എല്ലാവരോടും ഞാൻ താങ്ക് യു പറയുന്നു. താങ്ക് യു. വിഷ് യു ഹെൽത്ത്.